യേശുവിന്റെ തിരുഹൃദയം നിങ്ങളെ മാടി വിളിക്കുന്നുണ്ട്. ആ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒരു കഥ പറയാം. ഒരിക്കൽ ഒരു യുവാവിന് നിരന്തരം അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് കോളുകൾ വരികയാണ്. പക്ഷേ യുവാവിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന് പരിചിതമല്ലാത്ത അൺനോൺ നമ്പറുകളിൽ നിന്ന് കോളുകൾ വന്നാൽ എടുക്കുകയില്ല. പക്ഷെ അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും കോളുകൾ വരുമ്പോൾ അദ്ദേഹം ആ കോള് എടുക്കുകയാണ്. എടുക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ കോള് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ഇൻഫർമേഷൻ നൽകുവാൻ വേണ്ടി വന്ന കോളായിരുന്നു. അതായത് അദ്ദേഹത്തിന് വിദേശത്തുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അദ്ദേഹത്തിന് ഒരു നല്ലൊരു ജോലി ലഭിക്കുന്നു. ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുന്നു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. സ്നേഹമുള്ളവർ, ഇങ്ങനെ തന്നെയാണ് ഈശോ പല ഘട്ടങ്ങളിലും നമ്മെ വിളിക്കുന്നുണ്ട്. ആ യേശുവിന്റെ വിളി നമ്മൾ കേൾക്കുന്നുണ്ടോ? അത് നമ്മെ ഉയർച്ചയിലേക്ക് നയിക്കുവാനാണ്. ആ വിളി നമ്മെ അനുഗ്രഹങ്ങളിലേക്ക് നയിക്കുവാനാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് യേശു നമ്മെ മറ്റുള്ള വ്യക്തികളിലൂടെ, സംഭവങ്ങളിലൂടെ, പ്രാർത്ഥനയിലൂടെ യേശു നമ്മോട് സംസാരിക്കുവാനായി ആഗ്രഹിക്കുമ്പോൾ ആ സംസാരം നമുക്ക് ശ്രവിക്കാം. യേശുവിന്റെ തിരുഹൃദയ തണലിൽ നമുക്ക് അഭയം തേടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.